നമ്മളെ വേക്ക് FQ സിംഗിൾ സ്റ്റേജ് മോഡൽ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് എന്തൊക്കെ ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു സെറ്റ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു സ്പാനർ ഉണ്ടാവും. വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്കോ ഏതെങ്കിലും കളറായിട്ടുണ്ടാവും. പിന്നെ ഉണ്ടാവും ഒരു കണക്ടർ, പിന്നെ ഒരു പൈപ്പ് വിത്ത് ഒരു കണക്ടർ ഉണ്ടാവും. ഇത് ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹൗസിങ് അഴിക്കുക. ഹൗസിങ് അഴിച്ചിട്ട് നോക്കേണ്ടത് ഈ ഫിൽറ്റർ കണ്ടില്ലേ, ഇതിന് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിപ്പോൾ കവറാണ് ഇതിൻ്റെ മേലെ. ഈ കവറിൻ്റെ ഈ കോട്ടിങ് ആദ്യം അഴിക്കും. ഇത് അഴിച്ച് ഒഴിവാക്കിയതിന് ശേഷം അഥവാ ഇത് ലൂസായിട്ട് ഇതിലേക്ക് ചാടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ത്രെഡ് ചെയ്ത് കയറ്റാവുന്നതാണ്. ഇതിങ്ങനെ അഴിക്കാൻ നമുക്ക് കിട്ടും ചെയ്യും. അതേപോലെ തന്നെ ത്രെഡ് ചെയ്ത് കയറ്റാവുന്നതാണ്. ഇതേപോലെ അഴിച്ചിട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്യാതെ ത്രെഡ് ചെയ്യും. കറക്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക, കറക്റ്റ് സ്ട്രൈറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് ചെയ്യാതെ ചെറുതായിട്ട് കറക്റ്റിൽ അങ്ങോട്ട് ചെയ്യുക. കറക്റ്റ് സ്ട്രൈറ്റ് ആക്കി ഇതിൻ്റെ ഈ വാഷർ ഉണ്ടാവും. ഈ വാഷർ കറക്റ്റ് ഇവിടെ സീറ്റിംഗ് അല്ലേന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ഇനി എടുത്ത് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഈ വാഷർ പോവാതെ നോക്കുക, കറക്റ്റ് സീറ്റിംഗ് അല്ലേ. പിന്നെ വാഷർ എവിടെയെങ്കിലും മടങ്ങി നിന്ന് കഴിഞ്ഞാൽ ലീക്കും കാര്യങ്ങളും വരും. വാഷർ പോയാലും ലീക്ക് വരും. എന്നിട്ട് ഇത് കറക്റ്റ് സീറ്റിംഗ് ആക്കുക. നേരെ ആൻറ്റി ക്ലോക്ക് വൈസിൽ തന്നെ നമുക്ക് തിരിച്ചു എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഈ കൈ കൊണ്ട് ടൈറ്റ് ആകാൻ വയ്ക്കുന്നില്ലെങ്കിൽ സ്പാനർ കൊണ്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇതിൻ്റെ ഹൗസിങ്ങിൻ്റെ ഇന്ന് നല്ല ഭാഗം ഉണ്ടാവും. ഈ ഭാഗം അതിലേക്ക് ഈ പൈപ്പ് പ്രസ് ചെയ്യുക. അതായത് നിങ്ങളെ ടാപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു പോർഷനാണിത്. ഇത് നിങ്ങളെ വീട്ടിൽ ആംഗിൾ കോക്ക് ഉണ്ടെങ്കിൽ ആംഗിൾ കോക്കിക്ക് ജസ്റ്റ് ടൈറ്റ് കൊടുത്താൽ ഇവിടെ ഒരു വാഷർ ഉണ്ടാവും. അത് പോകാതെ നോക്കുക, കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ ആംഗിൾ കോക്ക് അല്ല സാധാ ടാപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ കണക്ടർ എടുക്കുക. എന്നിട്ട് ടാപ്പ് ഊരിയിട്ട് എന്ത് ചെയ്യുക, ഈ കണക്ടർ അവിടെ ടഫ്ലോൺ ചുറ്റിയിട്ട് നല്ല ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ടാപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ പൈപ്പ് ഇതൊന്ന് ഊരിയിട്ട് എന്ത് ചെയ്യുക, ഈ പൈപ്പ് ഊരാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പ് പ്രസ് ചെയ്യുക. ഈ ക്ലിപ്പ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ RO പൈപ്പ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഈ പ്രസ് നമുക്ക് ഇനി കണക്ട് ചെയ്യാനും അതേപോലെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ല, ഇത്രേ ഉള്ളൂ. ഊരാൻ ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് വലിക്കുക, ടൈറ്റ് ആക്കാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക, ഊരാൻ വലിക്കുക, ഇത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്ത് ഊരിയിട്ട് ഇതിൻ്റെ ഇതുണ്ടല്ലോ ഇവിടെ ഈ കണക്ടറിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊസിഷൻ ഓഫായിരിക്കും. നമുക്ക് ഓൺ ആക്കുന്ന പൊസിഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇത് ഓണും ഇത് ഓഫുമായിരിക്കും. ഇനി ഇത് നൂരാനും അതേപോലെ തന്നെ ഇത് നിൽക്കും. എന്നിട്ട് ഇതിൻ്റെ അടുത്ത എൻഡ് ഉണ്ടാവും. ഈ RO പൈപ്പിൻ്റെ അടുത്ത എൻഡ് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് ഊരാനും അതേപോലെ തന്നെ ക്ലിപ്പ് പ്രസ് ചെയ്യുക, ഊരാം. ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, 2 ആണി അടിച്ചാലും മതി. കറക്റ്റായി ഈ പൈപ്പ് ഇതിന് കണക്ട് ചെയ്തിട്ടില്ലാതെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഊരാനാണെങ്കിൽ ക്ലിപ്പ് പ്രസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആംഗിൾ കോക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടാപ്പൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ടാപ്പ് അല്ലെങ്കിൽ ആംഗിൾ കോക്കൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യും. നല്ല ക്ലിയർ, മറ്റേ കലക്കുണ്ടായിരുന്നു, നല്ല ക്ലിയർ വെള്ളം.